നമസ്കാരം, എല്ലാവർക്കും ഇലക്ട്രോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു സൈറ്റ് ഇപ്പോൾ ഞങ്ങൾ വയർ വലിക്കാൻ വന്ന കേട്ടോ. ഈ സൈറ്റിനെ കുറിച്ച് ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സ്വിച്ച് ബോർഡുകളൊക്കെ ഇങ്ങനെ പൊങ്ങിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഇട്ട് വെക്കാം കേട്ടോ. അതൊന്ന് കയറി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെ ഇങ്ങനെ പൊന്താൻ കാരണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ വിഷയം എന്താ വെച്ചാൽ, ഇപ്പോൾ പൊന്തി നിൽക്കണതുണ്ട്, ഇതൊക്കെ പൊങ്ങിക്കാണ്, DB ഇതൊക്കെ പൊന്തി നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങളെ തെറ്റുകൊണ്ടല്ല സംഭവിച്ചത്. ഇത് പിന്നെ ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇവിടെ തേച്ചത്. ഇതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് പിന്നെ വാള് തേച്ചത് ഉള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പൊന്താൻ കാരണം. അപ്പോൾ ഒരു എങ്ങനെയാണ് തേച്ചത്, എന്ത് കനത്തിലാണ് തേച്ചതെന്നുള്ളതൊക്കെ പിന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോയിലുണ്ട്. അപ്പോൾ അത് കയറി കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതിപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചപ്പോൾ ഇത് ഗ്രൈൻഡ് ചെയ്യാന്നുള്ളത്. നിങ്ങൾ നോക്കിയപ്പോൾ എല്ലാ സ്ക്രൂ ചെയ്യണ ഭാഗങ്ങളും അകത്ത് തന്നെയാണ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രൈൻഡ് ചെയ്താലും പിന്നെ സ്ക്രൂ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഫുള്ള് മറ്റു ബോക്സും ഗ്രൈൻഡ് ചെയ്യാം. അതാണ് ഇപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം. പിന്നെ പറഞ്ഞാൽ അപ്പോൾ ചില ആളുകളൊക്കെ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾക്കിത് താത്തി വെച്ചുകൂടെയെന്ന, പിന്നെ അവർ ചെയ്യുന്ന സമയത്ത് ഈ ബോക്സുകളൊക്കെ താത്തി വെച്ചുകൂടെയെന്നുള്ളത്. അതിൻ്റെ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വീഡിയോ കാണുക എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ അന്ന് ചെയ്തപ്പോൾ ഞങ്ങളിത് കാണുന്നത് അവർ ഈ ഒരു വർക്ക് ചെയ്തു കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ പ്ലംബിങ്ങിന് ചെന്നതാണ്. ഞങ്ങളോട് പാർട്ടി ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനത്തെ സംഭവമാണ് ഇവിടെ തേക്കുന്നതെന്നും ഇങ്ങനൊരു ബുദ്ധിമുട്ടോട് വരുന്നുണ്ടെന്നൊന്നും ആരും പറഞ്ഞില്ല. ഞങ്ങൾ പ്ലംബിങ്ങിന് ചെന്ന സമയത്താണ് ഈ ഒരു വിഷയം ഞങ്ങളവിടെ കാണുന്നത്. അങ്ങനെയാണ് പൊന്തിക്കേണ്ടതെന്നുള്ളത്. പിന്നെ അതിൽ വേറെ ഒന്നും ചെയ്യാനില്ല, ഓരോ പണി തീർക്കട്ടെ. ഞങ്ങൾക്ക് പിന്നെന്തെങ്കിലും അതിനുള്ള ഒരു സൊല്യൂഷൻ കാണാമെന്നുള്ള നിലയ്ക്ക് നിങ്ങളൊന്ന് പണി നിർത്തോളി എന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. എന്നാലും ഒരു കാലിഞ്ച് പൊന്തി തന്നെ നമ്മൾ ചെറിയ ചെറുതെന്നല്ല, ഒരു അത്യാവശ്യം പുറത്തേക്ക് നിന്നിട്ടുണ്ടായിരുന്നു. അതാ ഇപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്തപ്പോൾ ആ സ്ക്രൂ ചെയ്യണ ഭാഗം കറക്റ്റാണ്. വണ്ടിയിലെ സ്ക്രൂ ചെയ്യണ ഭാഗം ഫുള്ള് കറക്റ്റാണ്. DB എന്ത് ചെയ്യുമെന്നുള്ള ആലോചിച്ചിങ്ങനെ നിൽക്കണത്. അപ്പോൾ DBയിലിപ്പം വന്ന് കയറി വരുന്ന ഭാഗത്തല്ലാത്തതുകൊണ്ട് ചെറിയൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ അതാ ഇതൊക്കെ ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് ഫുള്ള് ബോക്സും ഗ്രൈൻഡ് ചെയ്ത് വെച്ചാണ്. കണ്ടില്ലേ, എല്ലാ ബോക്സും ഗ്രൈൻഡ് ചെയ്യേണ്ടി വന്നു. കാരണം അങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ. പിന്നെ ഞങ്ങളിവിടെ വലിക്കണ വയർ എന്താ വെച്ചാൽ പോളി ക്യാബിൻ്റെ ഗ്രീനാണ്. ഞങ്ങൾ കൂടുതലും ഈ ഒരു വയർ തന്നെയാണ് കേട്ടോ വലിക്കേണ്ടത്. മറ്റുള്ള വയർ മോശമാണെന്നല്ല, ഞങ്ങളൊരു ഇത് ഇങ്ങനെ തന്നെ വലിച്ച് ശീലമായി. പിന്നെ ആവൽസും വലിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ പോളി ക്യാബാണ് ഇപ്പോൾ ഞങ്ങളിവിടെ വലിച്ചത്. ഇനി ഇതൊക്കെ 2 വേ എർത്ത്, ന്യൂട്രൽ, ഫേസ് ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്യാറുണ്ട്. ടാഗ് ചെയ്തിട്ട് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. ഫുള്ള് വയർ വലിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബൂട്ട് ലാമ്പ്, ഫുള്ള് AC-ൻ്റെ വാൾ ഫാൻ കേട്ടോ. AC ഇല്ല, AC ഞങ്ങൾ അങ്ങനെ പുറത്ത് കേട്ടല്ലേ. അപ്പോൾ നമ്മൾ പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ വയർ വലിക്കണ സമയത്ത് ഇതുപോലെ ഞങ്ങൾ ഒരു ചെറിയൊരു തുമ്പ് നമ്മൾ കൈ കിട്ടുന്ന രീതിയിൽ ഇട്ടുവെച്ചാൽ, ഇപ്പോൾ ഞാൻ ചിറ്റണ മാതിരി ഉണ്ടല്ലേ, ഇങ്ങനെ ചുറ്റിയിട്ട് ഒരു പിരിച്ചിൽ വിരിച്ചിട്ട് ഇങ്ങനൊരു തുമ്പ് നമ്മൾ പുറത്ത് കെട്ടിവെച്ചാൽ അയച്ചെടുക്കാൻ തോന്നും. വയറ് വലിക്കണ സമയത്ത് റോപ്പിൽ കെട്ടിയോ അല്ലെങ്കിൽ പിന്നെ സ്പ്രിങ് കെട്ടിയോ വലിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെറിയൊരു തുമ്പ് ഇട്ടുവെച്ചാൽ നമ്മൾ അയച്ചെടുക്കാൻ തോന്നാം. മറ്റേത് നമ്മൾ തന്നെ സ്പ്രിങ് ആണെങ്കിൽ സ്പ്രിങ് വലിച്ച് കേടും കണ്ടില്ല. ഇങ്ങനെ ചുറ്റുമ്പോൾ നമുക്ക് കിട്ടാൻ പ്രയാസമാണ്. ഇതിപ്പോൾ ഇപ്പം തന്നെ ചുറ്റിയതുകൊണ്ട് എങ്ങനെയും കിട്ടുന്നുണ്ട്. നമുക്കറിയാമല്ലോ അത് ഇങ്ങനെയാണ് ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളത്. കിട്ടിയ വലിച്ചു കൊണ്ടുമ്പോൾ ഫുള്ള് ടൈറ്റാവും. ഏത് ഭാഗത്ത് അതിന് എൻ്റെ എടുക്കണമെന്നൊന്നും അറിയില്ല. പിന്നെ തിരഞ്ഞെടുന്നാൽ കാണില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ മൊത്തം ടാഗ് ചെയ്യണം. എല്ലാ വയറും ടാഗ് ചെയ്ത് പിന്നെ സ്വിച്ച് ബോർഡൊക്കെ ഫിറ്റാക്കാറുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എല്ലാ വയറുകളും ടാഗ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാണ്. അത് പിന്നെ ന്യൂട്രൽ വേറെയും, ഫേസ് വേറെ, എർത്ത് വേറെ, ലൈറ്റ് ലോഡ് വേറെ, അങ്ങനെ വേറെ ആയിട്ട് ഓരോ ബോർഡുക്കുള്ളതും ഇട്ട് ടാഗ് ചെയ്ത് ക്ലിയറായിട്ട് വൃത്തിയാക്കി വെച്ചതിന് ശേഷമാണ് സ്വിച്ച് ബോർഡ്. പിന്നെ സ്വിച്ച് ബോർഡിൽ കുറച്ച് പണിയുണ്ട് നമുക്ക്. സ്വിച്ച് ബോർഡ് പറഞ്ഞാൽ ഫുള്ള് ലൂപ്പ് എല്ലാവരും
ചില ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് എങ്ങനെ വെച്ചാൽ ഒന്നായിട്ട് ഒറ്റ പിന്നെ സ്വിച്ച് ഫുള്ള് ലൂസ് ചെയ്തിട്ട് ഒറ്റ കമ്പി ഇട്ടേക്കും. അതായത് വയറ് സ്ലീവ് കളഞ്ഞിട്ട് നീളത്തിലാണ് ഇട്ടേക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ പ്രശ്നമൊന്നുമില്ല, നമുക്ക് മെയിൻ്റനൻസിനൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടും അത്. അതായത് പിന്നെ ഒരു സ്വിച്ചൊക്കെ മാറ്റേണ്ടി വരികയാണെങ്കിലൊക്കെ പിന്നെ മൊത്തം ലിങ്ക് അയക്കണം. സ്വിച്ച് ബോർഡിൽ നിന്ന് മൊത്തം ആ ലിങ്ക് മൊത്തത്തിൽ അയക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഞങ്ങളിപ്പോൾ ചെയ്യുന്ന രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്വിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ സ്വിച്ച് നിന്നുള്ള ലിങ്ക് മാത്രം അയച്ചാൽ മതി. മറ്റുള്ളതൊന്നും നമുക്ക് തൊടേണ്ട ആവശ്യം വരില്ല. ഇപ്പോൾ ഇതിൻ്റെ DBയിലൊക്കെ വയറ് സ്ട്രൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണിപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന പിന്നെ സ്വിച്ച്. അതായത് ഹാവൽസിൻ്റെ ഫാബിയോ എന്ന് പറഞ്ഞ മോഡലാട്ടോ വെക്കണ്ടേ. ഹാവൽസിൻ്റെ സ്വിച്ചാണ്. സ്വിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. ഫാബിയോ എന്ന് പറഞ്ഞ മോഡലാണ്. അങ്കിൾ ബാറ്റം കെവിൻ്റെ ആണ്. പിന്നെ ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന കോബോക്സ് ഫുള്ള് കെവിനാട്ടോ. കെവിൻ വലിയ മോശമൊന്നുമില്ല, നല്ല സെറ്റപ്പാണ്. പിന്നെ നല്ല സ്ക്വയർ ബോക്സുമാണ്. ഇപ്പോൾ മറ്റുള്ളതൊന്നും മോശമാണെന്നല്ല പറയണത് അതിന് പകരമായിട്ട്. പിന്നെ ഞങ്ങളിത് ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ പറ്റും. മറ്റേത് ആദ്യത്തെ പറഞ്ഞാൽ ഒരു ചെറിയൊരു ബോക്സ് മാരെ തോന്നിയിട്ടുണ്ട്. ഇത് കുറച്ച് അത്യാവശ്യം നമുക്ക് സ്ക്വയറിലായതുകൊണ്ട് 3-3 ഒക്കെ കണക്ക് തന്നെയാണ്. 3-3 തന്നെയാണ്. ഇത് സ്ക്വയർ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. ഇതുണ്ടല്ലേ പിന്നെ സ്വിച്ച് ഫുള്ള് ബോർഡ് ഇതൊക്കെ ഇനിയിപ്പോൾ മെറ്റൽ ബോക്സ് കയറാനുള്ളതാണ്. ഓരോരോ ഭാഗത്തേക്കുള്ള സ്വിച്ച് ബോർഡൊക്കെ ഇരുന്ന് സെറ്റ് ചെയ്യാണ്. സെറ്റ് ചെയ്താൽ മാത്രം പോരാ, ഇനിയിപ്പോൾ അതൊക്കെ ലൂപ്പ് ചെയ്യാണ്ട്. ലൂപ്പ് ചെയ്യുക പറഞ്ഞാൽ നമ്മൾ വയറിങ് ചെയ്യണം സ്വിച്ച് ബോർഡിൽ. ഉണ്ട് ചങ്ങയിരുന്ന് ടച്ചിനിരുന്ന് ചെയ്യണേ. ഫുള്ള് നല്ല വൃത്തി തന്നെ ആണെന്നുള്ള മൈൻഡിൽ ഉദ്ദേശത്തിൽ ചെയ്ത് കൊടുക്കുകയാണ്. മറ്റേത് നമ്മൾ ചെയ്യണ ഒരു പണിക്കൊരു വൃത്തി വേണ്ടെന്നുള്ള കേട്ടോ. അപ്പോൾ എല്ലാ സൈറ്റിലും ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തൊന്നുമല്ല, എല്ലാ സൈറ്റിലും ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. ഞങ്ങൾ വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. സ്വിച്ച് ബോർഡൊക്കെ ഫിറ്റ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നോക്കുന്നു. ഞങ്ങളെല്ലാ സൈറ്റിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യൽ. പിന്നെ ഇതിപ്പോൾ ഫൈനൽ നമ്മൾ സ്വിച്ച് ബോർഡ് വയറിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. പിന്നെ ഞാൻ അതിൻ്റെ ഔട്ട് പോയിൻ്റ് മാത്രം കൊടുക്കാറുണ്ടാവുള്ളൂ നമുക്ക്. ബാക്കിയുള്ളതൊക്കെ ചെയ്ത് ഇവിടെ ഒരു മാസ്റ്റർ സ്വിച്ച് വരാനുള്ളതാണ്. സ്വിച്ച് കിട്ടിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. അപ്പോൾ ഫുള്ള് ഇതുപോലെ ലൂപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നേരത്തെ വെച്ച് ഇനിയിപ്പോൾ ഓരോരോ ഭാഗത്തേക്കാണ് കൊണ്ടുപോയിക്കാണ്ട് തന്നെ വെക്കണ പണിയുള്ളൂ. ഓരോന്നോരോന്ന് സെറ്റാക്കി ഓരോ ഭാഗത്തേക്കുള്ളതാണ്. ഓരോ റൂമൊക്കെ ഉള്ളത് ഇനി ഓരോന്നോരോന്നാണ് കൊണ്ടുവയ്ക്കും. അപ്പോൾ അവർക്ക് ഓരോ ഭാഗത്ത് ഫിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ ഓരോന്നോരോന്നെടുത്ത് ഫിറ്റ് ചെയ്താൽ മതി. കണക്ഷൻ കൊടുക്കുന്ന പണിയുള്ളൂ. ഇപ്പോൾ ലൂപ്പ് ചെയ്യാനും ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫുള്ള് വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്വിച്ച് ബോർഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൊണ്ട് ഫിറ്റാക്കാൻ പോകും കേട്ടോ. ഇത് ഓരോന്ന് ഫിറ്റായി. ഇപ്പോൾ നമ്മൾ ഫിറ്റാക്കിയപ്പോഴുള്ള ഫൈനൽ ഇത് കണ്ടില്ല നിങ്ങൾ. ഇപ്പോൾ ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് കറക്റ്റ് ചുമരുമെന്ന് ചുമരിന് അടുപ്പിച്ചിരുന്നില്ല. മറ്റേ കുറേ പ്രൊജക്റ്റ് നിൽക്കുകയാണ്. അപ്പോൾ ആ ഭാഗമൊക്കെ ക്ലിയറായി. നമ്മൾ സ്ക്രൂ ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. കറക്റ്റ് സ്ക്രൂ ഒക്കെ സ്മൂത്തായിട്ട് തന്നെ കയറിയിട്ടുണ്ട്. മറ്റേത് ചില ബോർഡുകളിലൊക്കെ പറഞ്ഞാൽ സ്ക്രൂ നല്ല ടൈറ്റ് ആവും. ഇതിപ്പോൾ നമ്മൾ കെവിൻ്റെ തന്നെയാണ് ഇത് മെറ്റൽ ബോക്സ് എടുത്തിട്ടുള്ളത്. കെവിൻ്റെ മെറ്റൽ ബോക്സും പിന്നെ ഈ ഒരു സ്ക്രൂവും തമ്മിൽ നല്ല ഇതുണ്ട്. നല്ല ടൈറ്റ് ഇല്ലാതെ തന്നെ നല്ല ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ സ്ക്രൂവിൻ്റെ പ്രത്യേകതയാണോ അറിയില്ല, ഇനി ബോർഡിൻ്റെ ആണോ അറിയില്ല. എന്തായാലും സ്ക്രൂ എല്ലാം ക്ലിയർ ആയിട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഈ വീട്ടിൽ ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അതൊക്കെ നല്ല ക്ലാരിറ്റിയിൽ തന്നെ ചെയ്യാനുണ്ട്. പിന്നെ ഇതിന് ഇനി ടോപ്പ് ഇട്ടാണ് നോക്കുക. നമ്മൾ ടോപ്പ് ഇട്ടിട്ടുള്ള അവസ്ഥ. ടോപ്പ് ഇടുന്നുണ്ട്. രഞ്ജിത്താണ് ടോപ്പ് ഇടുന്ന ആള്. രഞ്ജിത്ത് ടോപ്പ് ഇട്ട് സ്വിച്ചൊക്കെ ഇട്ട് നോക്കണേ. കളിയാ ലൈറ്റൊന്നും കത്തണില്ല. പോയാ അതൊന്ന് തുറന്നോക്കോ. DBയിൽ ഒന്ന് വന്നാൽ ബ്രേക്കർ ഓഫായി കിടക്കുന്നുണ്ടാവും. ഇപ്പോൾ കിട്ടില്ല. ബ്രേക്കർ ഓഫായി കിടക്കുന്നു കേട്ടോ. അതിപ്പോൾ ബ്രേക്കർ ഓൺ ആക്കിയപ്പോൾ ഫുള്ള് വർക്കിംഗ് ആയി. എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ DBൻ്റെ പിന്നെ ഡ്രസ്സിങ് കാണിച്ചു തരാം കേട്ടോ. DB ഡ്രസ്സിങ്ങാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത്. ചെയ്തിട്ടുണ്ട്, അത് കാണിക്കാനുള്ളത് ചെയ്തത്. DB ഡ്രസ്സിങ്ങിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്
ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ നമ്മൾ അത് എങ്ങനെ ചെയ്തു എന്നുള്ളത് കാണിച്ചു തരാം. ഇതിൽ രണ്ടും പിന്നെ ഇതിന് മുന്നേ നമ്മൾ ഒരു വീഡിയോയിൽ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. DVയിൽ ഞങ്ങൾ പിന്നെ 3 പോള് MCB അല്ലെങ്കിൽ ഐസൊലേറ്റർ വെച്ചിട്ടുള്ള ചെയ്യണ കാര്യം. അത് എന്തിനാന്നുള്ളത് അന്നും പറഞ്ഞിരുന്നു. നമ്മൾ ഇൻവെർട്ടർ ലൈനും KCB ലൈനും ഒരേ സമയത്ത് ഓഫാക്കാനും വേണ്ടിയിട്ടാണുള്ളത്. അപ്പോൾ സ്ട്രൈറ്റ് ലൈനൊക്കെ ചെയ്തിട്ടുണ്ട് വയറൊക്കെ. ഇനിയിപ്പോൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ ന്യൂട്രൽ ബേസ് എർത്ത് ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുക. ആദ്യം നമ്മൾ ഈ എർത്ത് കണക്ഷൻ കൊടുക്കുക. റൂൾ സോക്കറ്റൊക്കെ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. ആദ്യം എർത്തിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുത്ത് ഒക്കെ വൃത്തിയായിട്ട് കൊടുക്കുക. ഓരോ DVക്കും ചിലപ്പോൾ മാറ്റങ്ങൾ വരും ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ. അതായത് ഇപ്പം നമ്മൾ ന്യൂട്രൽ ബാറൊക്കെ വരുന്നതും എർത്ത് ബാർ വരുന്നതൊക്കെ അപ്പോൾ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് നമ്മൾ ഡ്രസ്സിങ്ങിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ പറ്റിയത് ന്യൂട്രൽ അല്ല എർത്ത് അങ്ങനെ ചെരിച്ച് കൊടുക്കാനോ പറ്റിയത്. മറ്റേ റൗണ്ടാക്കി കൊടുക്കലുണ്ട് സൈഡിലേക്കാവുമ്പോഴേ. അതിനുള്ള സ്പേസ് ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെയാണ് സൗകര്യം. അപ്പോൾ ചില DVകൾക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. അതിൽ എങ്ങനെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നോക്കും ഓരോ DVക്കും. അപ്പോൾ അതിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ DVയിലെ ഡ്രസ്സിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞു. വേറെ ടെസ്റ്റും കൂടി ഉണ്ട് ഇതിൽ. ഇതാണ് ഇപ്പോൾ നമ്മളെ ഐസൊലേറ്റർ എന്നെ വേറെ ഞങ്ങൾ MCB വെച്ചിട്ടുണ്ട്. 32 ആംസിൻ്റെ MCB. ഇത് അപ്സ്റ്റെയർക്ക് മാത്രമല്ല കേട്ടോ. ന്യൂട്രൽ ലിങ്ക് ഒക്കെ വെച്ച് ന്യൂട്രൽ ലിങ്ക് ഉണ്ട് ഇതിൽ വേറെ വിഷയമുണ്ട്. ഒറ്റ ന്യൂട്രൽ ലിങ്ക് ഉണ്ടാകുമ്പോഴുള്ള വിഷയം ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ സാധാരണ രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്ന സിംഗിൾ ന്യൂട്രൽ ലിങ്ക് തന്നെ എല്ലാ ന്യൂട്രും കൊടുത്തിട്ടുണ്ട്. അതിൽ വേറെ ടെസ്റ്റ് വരാണ്ട് നോക്കിക്കോളി. ഇതിപ്പോൾ ഓണാക്കി. ഇതിലിപ്പോൾ പറഞ്ഞാൽ ഈ തലക്കത്തെ ഇപ്പോൾ ഈ സൈഡത്തെ ഇതാണ് നമുക്ക് KCB. അത് പിന്നെ ഇൻവെർട്ടർ ലൈൻ കേട്ടോ. ഇൻവെർട്ടർ ലൈൻ്റെ ഔട്ട് ചെയ്താൽ പോകുന്നത്. നേരെ ഇങ്ങനെ വന്നിട്ട് ആകെ ഈ 3 MCB ഉള്ളത്. ഈ 3 MCB പറഞ്ഞാൽ 2 റൂമും ഒരാളും മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനാണ് 3 MCB. പിന്നെ ബാക്കിയുള്ളത് AC, പവർ പ്ലഗ്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ, ഹീറ്റർ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത് പോരാ നമുക്ക് അവിടെ ഇൻവെർട്ടർ എന്ന സ്ഥിതിക്ക് ഇൻവെർട്ടർ ലൈനിൻ്റെ ന്യൂട്രൽ നമ്മൾ മാറ്റി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ 2 ന്യൂട്രൽ ബാർ ഇല്ലാഞ്ഞുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അത്. വേറെ ഞങ്ങളൊരു ന്യൂട്രൽ ബാർ കൂടി കൊണ്ടുവന്നിട്ട് ഇതാ ഇപ്പം ഇങ്ങനെ കണക്ഷനാക്കി. ഇത് മലയാള അക്ഷരമാലയിൽ ഏത് അക്ഷരമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ശ്രമിക്കുക. അത് യാദർശികം മാത്രമാണ്. പിന്നെ ഇപ്പം ന്യൂട്രൽ ഞങ്ങൾ എന്ത് ചെയ്ത് ന്യൂട്രൽ ബാർ വേറെ സെപ്പറേറ്റ് കൊടുത്ത് ഇതാ പവറിൻ്റെ വേറെ ആക്കി, ലൈറ്റ് ലോണിൻ്റെ വേറെ ആക്കിയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. വേറെ ന്യൂട്രൽ ബാർ കൊണ്ടുവന്നിട്ട് അതുമായി ഫിക്സ് ആക്കിയതാണ്. 2 ന്യൂട്രൽ ബാർ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. ചില വീഗാർഡിൻ്റെ ഇതിന് DVക്കൊക്കെ അങ്ങനെ വരലുണ്ട് കേട്ടോ. 2 ന്യൂട്രൽ ബാർ അങ്ങനത്തെ 2 ന്യൂട്രൽ ബാറൊക്കെ വരുന്ന DVകളുണ്ട്. പക്ഷേ ഇതിലൊന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ ഞങ്ങൾ സെപ്പറേറ്റ് ഒരു ന്യൂട്രൽ ബാർ കൂടി ആഡ് ചെയ്താണ്. അപ്പോൾ ഒക്കെ ക്ലിയറായി, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഫുള്ളും നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്ത കൂട്ടുകാരിലെത്തിക്കുക. നമുക്കിനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.